വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, 5th സെമസ്റ്റർ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. അതിൻ്റെ ചില ചാപ്റ്ററുകളുടെ വീഡിയോ നമ്മൾ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1, ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. എന്താണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിൻ്റെ ആ തുടക്കം എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിലെന്താണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ എക്കണോമിക് മോഡൽ, എക്കണോമിക് ഫംഗ്ഷൻ, ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. What is mathematical economics? It is a branch of economics that engages the mathematical tool and method to analyze economic theory. Economic theory analyze ചെയ്യാൻ എന്ത് വേണം? ഒരു തിയറി നമ്മൾ പഠിച്ചു, ലോ ഓഫ് ഡിമാൻഡ്. വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതിനെന്ത് വേണം? കുറച്ച് ന്യൂമറിക്കൽ ഡാറ്റ വേണം. ആ ന്യൂമറിക്കൽ ഡാറ്റ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? മാത്തമാറ്റിക്കൽ ടൂൾസും മെത്തേഡും ഉപയോഗിക്കണം. അതിനെന്ത് പറയാം? മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് എ സബ് ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ദാറ്റ് എക്സാമിൻ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമിക് തിയറി. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റിയ ഒരു എക്കണോമിക്സിന്റെ സബ് ഫീൽഡാണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് തിയറിയിൽ മാത്തമാറ്റിക്കൽ ആസ്പെക്ട് എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ പ്രധാനമായിട്ട് കാൽക്കുലസ്, മെട്രിക്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ജനറലി ബിലീവ്ഡ് ദാറ്റ് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്സ് ആസ് എ ടൂൾ ഓഫ് എക്കണോമിക്സ് ഡേറ്റ്സ് ഫ്രം ദ പയനറി വർക്ക് ഓഫ് കുർനോട്ട്. 1838 കുർനോട്ടിന്റെ പയനീറിംഗ് വർക്കിന്റെ ബേസിലാണ് എന്ത് ഈ മാത്തമാറ്റിക്കൽ ടൂൾ എക്കണോമിക്സിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സർ വില്യം പെറ്റി ഈസ് ഓഫൻ റിഗാർഡഡ് ഫസ്റ്റ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. സർ വില്യം പെറ്റിയാണ് ഫസ്റ്റ് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ദ ഫസ്റ്റ് പേഴ്സൺ ടു അപ്ലൈ മാത്തമാറ്റിക്സ് ടു എക്കണോമിക്സ് വിത്ത് എനി സക്സസ് വാസ് എൻ ഇറ്റാലിയൻ, ജിയോവനി സിവ. ഇറ്റാലിയൻ ആയിട്ടുള്ള ജിയോവനി സിവയാണ് മാത്തമാറ്റിക്സ് എക്കണോമിക്സിൽ അപ്ലൈ ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ പല ആളുകളും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഡാനിയൽ ബെർണോളി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ തുടക്കം. ഇതിന്റെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ടു റെപ്രസെന്റ് എക്കണോമിക് തിയറി ആൻഡ് അനലൈസ് പ്രോബ്ലം പോസ്ഡ് ഇൻ എക്കണോമിക്സ്. ഇറ്റ് ഈസ് എ അപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ മെത്തേഡ് ടു റെപ്രസെന്റ് എക്കണോമിക് തിയറി. എക്കണോമിക് തിയറിയിലായി റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ആൻഡ് അനലൈസ് പ്രോബ്ലം പോസ്ഡ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിലെ പ്രോബ്ലം ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. ഇറ്റ് അലോ ഫോർമുലേഷൻ ഡെറിവേഷൻ ഓഫ് കീ റിലേഷൻഷിപ്പ് ഇൻ എ തിയറി വിത്ത് ക്ലാരിറ്റി, ജനറാലിറ്റി, റിഗർ ആൻഡ് സിംപ്ലിസിറ്റി. എക്കണോമിക് തിയറി വളരെ ക്ലിയർ ആയിട്ട് ജനറലൈസ് ചെയ്തിട്ട്, സിംപ്ലിഫൈ ചെയ്തിട്ട് ഡെറിവേറ്റ് ചെയ്യുക, അതിന്റെ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. ബൈ കൺവെൻഷൻ ദ മെത്തേഡ് ടു റെഫർ ടു ദോസ് ബിയോണ്ട് സിമ്പിൾ ജോമെട്രി സച്ച് ആസ് ഡിഫറൻഷ്യൽ, ഇന്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മെട്രിക്സ് ആൽജിബ്ര, മാത്തമാറ്റിക്കൽ പ്രോഗ്രാമിംഗ്, അതർ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്. കൺവെൻഷണൽ ആയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോമെട്രി, ഡിഫറൻഷ്യൽ, ഇന്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻസ് ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മെട്രിക്സ് ആൽജിബ്ര, ഇങ്ങനെയുള്ള പല ലീനിയർ പ്രോഗ്രാമിംഗ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എക്കണോമിക്സിന്റെ മൈക്രോന്റെ ബേസിക് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന മാർജിനൽ കോൺസെപ്റ്റ് ഒരു മൈക്രോയുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്തമാറ്റിക്കൽ രീതിയിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. മാത്തമാറ്റിക്സ് അലോസ് എക്കണോമിക്സ് ടു ഫോം മീനിങ്ഫുൾ ടെസ്റ്റബിൾ പ്രൊപ്പോർഷൻ അബൌട്ട് മെനി വൈഡ് റേഞ്ചിങ് ആൻഡ് കോംപ്ലക്സ് സബ്ജക്ട് വിച്ച് കുഡ് നോട്ട് ആഡിക്വറ്റ്ലി എക്സ്പ്രസ്ഡ് ഇൻഫോർമലി. ചെറിയ വലിയ ഒരു സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻഫോർമലായിട്ട് പറയാൻ പറ്റില്ല. അതെന്ത് ചെയ്യാം? കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനം വളരെ ഈസി ആയിട്ട് നമുക്ക്
മനസ്സിലാക്കാൻ മാത്തമാറ്റിക്സ് ഉപയോഗിക്കാറുണ്ട്. ദ ലാംഗ്വേജ് ഓഫ് മാത്തമാറ്റിക്സ് അലോസ് എക്കണോമിക്സ് ടു മേക്ക് ക്ലിയർ. മാത്തമാറ്റിക്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് മാത്തമാറ്റിക്സ് ഉപയോഗിക്കുമ്പോൾ എക്കണോമിക്സ് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിരിക്കും. പോസിറ്റീവ് ക്ലെയിം അബൌട്ട് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് കണ്ടിന്യൂസ് സബ്ജക്ട് ദാറ്റ് വുഡ് ബി ഇമ്പോസിബിൾ വിത്തൗട്ട് മാത്തമാറ്റിക്സ്. ചില കാര്യങ്ങൾ മാത്സ് ഇല്ലാതെ നമുക്കത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അഡ്വൻറ്റേജ് ദ ലാംഗ്വേജ് യൂസ്ഡ് ഈസ് മോർ കോൺഷ്യസ് ആൻഡ് പ്രീഷ്യസ്. ഇതിന് ഉപയോഗിച്ച ലാംഗ്വേജ് വളരെ പ്രീഷ്യസ് ആണ്. എ നമ്പർ ഓഫ് മാത്തമാറ്റിക്കൽ തിയറം ഹെൽപ് us to prove or disprove എക്കണോമിക് കോൺസെപ്റ്റ് പ്രൂവ് ചെയ്യാൻ ഡിസ്പ്രൂവ് ചെയ്യാൻ വളരെ മാത്തമാറ്റിക്കൽ തിയറംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് us in giving focus to the assumption used in economics. എക്കണോമിക്സിലെ ചില ഫോക്കസ് ചെയ്യുന്ന അസംഷൻ പ്രൂവ് ചെയ്യുന്നതിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇറ്റ് മേക്ക് ദ അനാലിസിസ് മോർ റിഗറസ്. ആയിട്ട് അനലൈസ് ചെയ്യാൻ ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഇറ്റ് അലൗസ് us to treat the general n variable case, otherwise the number of variable in economic analysis will be very limited. നമുക്ക് യൂസ് ചെയ്യുമ്പോൾ n വേരിയബിൾ കേസ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് വേരിയബിൾ മാത്രമേ ഇതിൽ എക്കണോമിക്സിന്റെ പല തിയറികളും യൂസ് ചെയ്യാൻ സാധിക്കും. ഈ എക്കണോമിക് models generally consist of set of mathematical equations that describe a theory of economic behavior. Economic theory അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷന്റെ സെറ്റിനെ എന്ത് പറയാം, എക്കണോമിക് മോഡൽ എന്ന്. The aim of model builders is to include enough equation to provide useful clues about how rational agent to behave or how an economy work. Rational agent എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്കോണമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലൂയിലൂടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഈ മോഡൽ ബിൽഡേഴ്സ് എയിം ചെയ്യുന്ന അങ്ങനെ അത് പറഞ്ഞു തരാണ്. An economic model is simplified description of reality. റിയാലിറ്റിയുടെ ഒരു simplified description designed to yield hypothesis about economic behavior that can be tested. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെസ്റ്റ് നടത്താൻ സാധിക്കും. ആ രീതിയിൽ വളരെ സിംപ്ലിഫൈ റിയാലിറ്റിയുടെ ബേസിൽ അത് പറഞ്ഞുതരാം. The important feature of economic model is that it is necessarily subjective in design. Design is subjective and because there are no objective measure of economic outcome. അതിന് പ്രധാന കാരണം there are no objective measure of economic outcome. Different economists will make different judgment about what is needed to explain their interpretation of reality. ഓരോ എക്കണോമിക്സുകളും വ്യത്യസ്ത രീതിയിലാണ് ജഡ്ജ്മെന്റ് എടുത്തത്, എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളതിന്റെ വ്യത്യസ്ത രീതിയിലുള്ള റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇന്റർപ്രിട്ടേഷൻ നടത്തിയിട്ടുള്ളത്. ഒരു എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് കൺസംഷൻ മോഡൽ, ദാറ്റ് ഈസ് എ എക്കണോമിക് മോഡലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. C is equal to function of income. ഓക്കെ, ഇതിൽ മൈക്രോ എക്കണോമിക് മോഡൽ ഉണ്ട്, മാക്രോ എക്കണോമിക് മോഡൽ ഉണ്ട്. മൈക്രോയിലൂടെ പഠിക്കുന്നതിന് മൈക്രോ എക്കണോമിക് മോഡൽ എന്നും മാക്രോ സ്വഭാവത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന മോഡലിന് മാക്രോ എക്കണോമിക് പാർഷ്യൽ ഇക്വിലിബ്രിയം മോഡലും ഉണ്ട്, ജനറൽ ഇക്വിലിബ്രിയം മോഡലും ഉണ്ട്. Next is function. Function in mathematics, an expression, rule or law that define a relation between one variable and another variable. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള ഒരു വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള മറ്റൊരു വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യാണ് ഫംഗ്ഷനിലൂടെ. ഇത് എക്സ്പ്രസ് ദ ഐഡിയ ദാറ്റ് വൺ ക്വാണ്ടിറ്റി കംപ്ലീറ്റ്ലി ഡിറ്റർമിൻ അനദർ ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റി എന്ന കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു ക്വാണ്ടിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, C is equal to function of Y. ഇൻകം ആണ് എന്ത് ചെയ്യുന്നത്, കൺസംഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ മീൻസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്ന എങ്ങനെ, ഇൻഡിപെൻഡന്റ് വേരിയബിളിലൂടെ. എ ഫംഗ്ഷൻ ട്രൈസ് ടു ഡിഫൈൻ ദിസ് റിലേഷൻഷിപ്പ്. ഫംഗ്ഷൻ ട്രൈ ചെയ്യുന്ന ഈ റിലേഷൻഷിപ്പ് ആണ്. It tries to give the relationship a mathematical form.
ഇത് ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെ മാത്തമാറ്റിക്കൽ ഫോമിൽ ഈ റിലേഷൻഷിപ്പ് പറഞ്ഞു തരാൻ. ഓക്കെ, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷൻ ഉണ്ട്. ലീനിയർ ഫംഗ്ഷൻ നമ്മൾ പഠിച്ച് കഴിഞ്ഞതായിരിക്കും. ലീനിയർ ഫംഗ്ഷൻ ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ. ഒരു വേരിയബിളിലെ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഡിഗ്രി എത്രയായിരിക്കും? ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. പവർ ഈസ് 1. ഫംഗ്ഷൻ ഓഫ് എക്സ് ഈക്വൽ ടു mx പ്ലസ് ബി. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. y is equal to a പ്ലസ് q പവർ x വേരിയബിൾ ആയിരിക്കും പവർ ആയിട്ട് വരുന്നത്. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ സെക്കൻഡ് ഡിഗ്രി ഫംഗ്ഷൻ ആണ്. അതിന്റെ മാക്സിമം പവർ ax² പ്ലസ് bx പ്ലസ് c. a നോട്ട് ഈക്വൽ ടു 0. സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ, ഒരു വാല്യൂ ഉള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3. അതിൽ ഓൺലി വൺ വേരിയബിൾ എക്സ് എന്നത്. മെനി വാല്യൂഡ് ഫംഗ്ഷൻ ഫോർ ഈച്ച് വാല്യൂ ഓഫ് എക്സ് ദർ കറസ്പോണ്ട് മോർ ദാൻ വൺ വാല്യൂ ഓഫ് വൈ. ഒരു എക്സിന് നേരെ ഒന്നിലധികം വാല്യൂ ഓഫ് വൈ ഉണ്ടാവും. ദെൻ വൈ ഈസ് കാൾഡ് മെനി ഓർ മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ. Explicit function is the function relation between the two variables x and y expressed in the form of y is equal to function of x. x ഉം y യും ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ എന്ന് പറയാം എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. y cannot be expressed as a function of x. y നമുക്ക് എക്സിന്റെ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കില്ല. ഉദാഹരണം y മൈനസ് 4x minus 5 is equal to 0. Okay. Odd and even function. When there is no change in the sign of x, when x is changed to minus x, then that function is called even function. The graph of even function is such that two ends of the graph will be direct towards same side. Next is polynomial function of degree n. A polynomial is an expression of finite length constructed from one variable, constant using only the operation of addition, subtraction, multiplication and non-negative integral exponent. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഗ്രി എത്രയും ആകാം. ഓക്കെ, അതിൽ നമ്മൾ കോൺസ്റ്റന്റ് ഉപയോഗിക്കാറുണ്ട്. അതിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലുള്ളത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എന്തിനാണെന്ന് പറയാം? പോളിനോമിയൽ. ഇതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. നമ്മൾ കുറെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലൊക്കെ പഠിച്ച് കഴിഞ്ഞതായിരിക്കാം. നെക്സ്റ്റ് ഈസ് എക്കണോമിക് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഈസ് എക്സ്പ്രസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ പ്രധാനമായിട്ട് പറയുന്നത്. ദ ഡിമാൻഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് px, pr, y, t, w, e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, കൺസ്യൂമർ ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, കൺസ്യൂമർ വെൽത്ത്, കൺസ്യൂമേഴ്സ് എക്സ്പെക്ടേഷൻ. ഇതൊക്കെ ഡിമാൻഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിറ്റർമിനൻസ് ആണ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പറയുന്ന സമയത്ത് പറയുന്നത് എന്താണ്? when the price of commodity increase then demand decrease എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഫംഗ്ഷനാണ് ലോ ഓഫ് ഡിമാൻഡ്. എന്നാൽ ഡിമാൻഡ് ഫംഗ്ഷൻ പ്രകാരം പ്രൈസും റിലേറ്റഡ് പ്രൈസും ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, വെൽത്ത് ഇതുപോലുള്ള കുറെ ഡിറ്റർമിനൻസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നെക്സ്റ്റ് ഈസ് സപ്ലൈ ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ റിലേഷൻ ബിറ്റ്വീൻ the quantity of commodity is supplied and various determinants known as supply function. കമ്മോഡിറ്റിയുടെ സപ്ലൈയും അതിന്റെ ഡിറ്റർമിനൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം സപ്ലൈ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സപ്ലൈയുടെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് QS ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് GF PI TE. GF is equal to goal of the firm, product on price, price of input, technology, price of related goods, expectation of producers, government policy. ഇതൊക്കെ സപ്ലൈ ആയിട്ട് റിലേഷൻ. അപ്പോൾ സപ്ലൈ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ
GF, price, ഇൻപുട്ട് പ്രൈസ്, ടെക്നോളജി, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഇങ്ങനെയൊക്കെയാണ്. ഇതുപോലുള്ള കുറേ ഡിറ്റർമിനൻസ് കൂടിച്ചേർന്നതാണ്. അപ്പോൾ അത് this is the relation between the quantity of commodities supplied and various determinants is known as supply function. Equilibrium എന്ന് പറയുന്നത് എന്താണ്? സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്ന പോയിന്റ്. അതിലുള്ള പ്രൈസിനെ ഇക്വിലിബ്രിയം പ്രൈസ് എന്നും അതിലുള്ള ക്വാണ്ടിറ്റിനെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയും. യൂട്ടിലിറ്റി ഫംഗ്ഷൻ. The utility function is a mathematical function which ranks alternative according to their utility to an individual. What is utility? Utility is the want satisfying power of a commodity. ഒരു കമ്മോഡിറ്റിയുടെ സാറ്റിസ്ഫൈങ് പവറിനെ എന്ത് പറയാ? യൂട്ടിലിറ്റി എന്ന് പറയാം. The utility function measures the welfare or satisfaction of a consumer as a function of consumption of real goods such as food, clothing and composite goods rather than nominal goods measured in nominal terms. അപ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ പവർ. യൂട്ടിലിറ്റി ഈസ് എ ഫംഗ്ഷൻ ഓഫ് x1, x2, x3. ഓരോ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നത് അതിന്റെ ഫംഗ്ഷനാണ് യൂട്ടിലിറ്റി. Utility function shows the relation between utility derived from quantity of different commodity consumed. Different commodity consume ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന വാണ്ട് സാറ്റിസ്ഫൈങ് പവർ, ആ ഒരു റിലേഷൻഷിപ്പിനെ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൺസംഷൻ ഫംഗ്ഷൻ. The consumption function refers to the relation between income and consumption. ഇൻകവും കൺസംഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കൺസംഷൻ ഫംഗ്ഷൻ. C is equal to function of Y. C is the consumption, Y is the income. Thus, consumption function indicates a function relation between C and Y, where C is the dependent variable, Y is the independent variable. C is determined by Y. കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തിലൂടെയാണ്? ഇൻകത്തിലൂടെ. അതുകൊണ്ട് തന്നെ it is a function relation between consumption and income. Consumption is the dependent variable, income is the independent variable. പിന്നെ APC ഉണ്ട്, MPC ഉണ്ട്. APC is the average propensity to consume, C by Y. It is the ratio of consumption expenditure to any particular level of income. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകത്തിൽ എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് APC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ പെർസെൻറ്റേജ് ഓർ പ്രപ്പോർഷൻ ഓഫ് ഇൻകം കൺസ്യൂമഡ്. എത്രത്തോളം ഒരാളുടെ ഇൻകത്തിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നതാണ് APC. എന്നാൽ MPC is the first order differentiation of consumption function. It is the marginal propensity to consume is the ratio of the change in consumption to the change in income. ഒരാളുടെ ഇൻകം മാറുന്നതിനനുസരിച്ച് കൺസംഷനിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകും. ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പാണ്. It can be found by dividing change in consumption by change in income, change in C by change in Y, by finding the first derivative of the consumption function. Saving function എന്താണ്? ഡിസ്പോസിബിൾ ഇൻകവും സേവിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഒരാളുടെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ നിന്ന് അയാൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. The saving function can be represented in a general form S equal to function of Y, where S is saving, Y is income. F is notation for generic and specific function form. Because saving is difference between disposable income and consumption, the saving function is complementary relation to the consumption function. And it is assumed that whatever is not consumed is saved. Consume ചെയ്യാത്ത ബാക്കി എന്ത് ചെയ്യും? സേവ് ചെയ്യും. So MPC, marginal propensity to consume, plus MPS equal to 1. MPCയും MPSും 1നും 0ക്കും ഇടയിലാണ്. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 1 എന്ന് ലഭിക്കും. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻടു ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ത് ചെയ്യാണ്? ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്ന ഫംഗ്ഷനെ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻ അനദർ വേ, പ്രൊഡക്ഷൻ ഈസ് ദ creation of utility. Utility production is possible only if input are available and used. Production possible input available ആയിരിക്കണം.
there are different types of input and economics classify them into land, labor, capital and organization. We explain production as a transformation of input into output. Q is equal to function of L, K, R, S, V, E. Q is for the quantity of output, L is labor, K is capital, R is raw material, S is the land, V is the return to scale, E is the efficiency parameter. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ ഫംഗ്ഷൻ ആണ് ലേബറിന്റെ ഫംഗ്ഷൻ, ക്യാപിറ്റലിന്റെ ഫംഗ്ഷൻ, ഇതൊക്കെ കൂടി ചേർന്നതാണ് ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എക്സ്പ്രസ് ദ റിലേഷൻ ബിറ്റ്വീൻ cost and its determinants such as the level of plant size, input price, technology, managerial efficiency. കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോമിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകൾ, അത് പല കാരണങ്ങളുണ്ട്. നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് C is equal to function of Q ആണ്. അതിന്റെ കൂടെ തന്നെ C is equal to function of Q, S, P, T, E. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണെങ്കിൽ P എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ്, S എന്ന് പറയുന്നത് ഇൻപുട്ട് പ്രൈസ്, ടെക്നോളജി, മാനേജറിയൽ എഫിഷ്യൻസി, ഇതൊക്കെ കൂടി ചേർന്ന ഒരു അതിന്റെ ആ ഫംഗ്ഷൻ ആണ് എന്ത് കോസ്റ്റിലേക്ക് നയിക്കുന്നത്. റവന്യൂ ഫംഗ്ഷൻ, ഇഫ് R is the total revenue of firm, X is the quantity demanded or sold and P is the price per unit of output, we write revenue function. Revenue function expresses revenue earned as a function of the price of good and quantity goods sold. ഒരു കമ്മോഡിറ്റി വിൽക്കുകയും അതിന്റെ പ്രൈസ്, ഓക്കെ, അപ്പോൾ അത് കൂടിച്ചേരണം. അപ്പോൾ എന്താണ് റവന്യൂ ഈസ് ഈക്വൽ ടു P into X, പ്രൈസ് into ക്വാണ്ടിറ്റി സോൾഡ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പ്രോഫിറ്റ് ഫംഗ്ഷൻ. പ്രോഫിറ്റ് ഫംഗ്ഷൻ ഈസ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനാണ് പറയാം പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC. Investment function. The investment function explains how the change in national income induced change in investment pattern in the national economy. Investment national ഇൻകത്തിലുള്ള മാറ്റം എന്തിനാണ് ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ ഇൻ നാഷണൽ എക്കോണമി. It shows the functional relation between investment and the rate of interest or income. Investment is the function of R and Y എന്ന് പറയാറുണ്ട്. ബേസിക് ആയിട്ട് I is equal to function of R അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ I. I means rate of interest. ഇൻവെസ്റ്റ്മെന്റും ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇൻട്രസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആളുകളെല്ലാം സേവിങ് ചെയ്യും, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയും. ഇങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ. ഇത്ര കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ നിന്ന് 3 മാർക്കിനും 6 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. എല്ലാവർക്കും വിദ്യാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.